ഇന്നലെ മകൻ നക്ഷത്രം വരെ പറഞ്ഞു നിർത്തി. ഇന്ന് പൂരനക്ഷത്രമാണ് പറയുന്നത്. അപ്പോൾ പൂരനക്ഷത്രക്കാർ ദോഷപരിഹാരത്തിന് വേണ്ടത് ദേവീ പ്രീതിയും, അതായത് പാർവതി ദേവിയുടെയും മഹാദേവൻ്റെ അനുഗ്രഹവുമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവരാദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവപാർവതി പ്രീതികരമായ പ്രാർത്ഥനകൾ ആദ്യം ചൊല്ലുക. അതായത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം ഓം ഹ്രീം നമ ശിവായ, പിന്നെ ശിവ അർദ്ധനാരീശ്വര സ്തോത്രം, ഉമാമഹേശ്വര സ്തോത്രം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ശിവനെയും പാർവതിയെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള പ്രാർത്ഥന, ഭജനം, ഈശ്വര ഭജനം ഇവർക്ക് നല്ലതാണ്. ശിവപാർവതി രൂപത്തെ ധ്യാനിച്ചിട്ടുള്ള ശിവപഞ്ചാക്ഷര സ്തോത്രം, അതായത് നാഗേന്ദ്രഹാരായം തുടങ്ങുന്ന പാർവതി സമേതനായ ശിവനെ ധ്യാനിച്ചിട്ടുള്ള സ്തോത്രവും നല്ലത് തന്നെയാണ്. അതിനും കഴിയുന്നത് അർദ്ധനാരീശ്വര സ്തോത്രമോ ശക്തി പഞ്ചാക്ഷരിയോ ആണ് കൂടുതൽ നല്ലത്. ഉമാമഹേശ്വര സ്തോത്രം ഇവർക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇത് ഇവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. രാവിലെ തന്നെ രാവിലെയോ വൈകിട്ടോ കുടുംബദേവതകളെയും ഗണപതിയെയും പ്രാർത്ഥിച്ചിട്ട് ജപിച്ച് തുടങ്ങാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗണപതി പ്രീതി ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളിയാഴ്ചകളിൽ ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല ചാർത്തുകയോ നാളികേരം മുടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും നല്ല രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അല്ലെങ്കിൽ കൈമുഖം കഴുകി സൂര്യദേവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്, വണങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ ഈ ശിവപാർവതി സ്തോത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ശാന്തി, സമാധാനം, ഐശ്വര്യം ഇവയൊക്കെ നൽകും. കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതിൽ ഗുണമുണ്ടാവും. അതുപോലെ ശ്രീ ഗണപതിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറാൻ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഈ സമന്വിത അനുഗ്രഹം, അതായത് ശിവപാർവതി ഗണപതി ഇവർ രണ്ടുപേരെ സമന്വിത അനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ അല്ലെങ്കിൽ ജാതകത്തിലെ ദോഷങ്ങളും എല്ലാം വഴിമാറിപ്പോകും എന്നത് അനുഭവമാണ്, പലർക്കിടെ അനുഭവമാണ്.